തുടക്കത്തിൽ നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത് സഹകാരി. കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ഇല്ല, നമ്മുടെ കൂടെ നിൽക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എല്ലാം സാധിക്കും. പാലക്കാട് ജില്ലയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ DHS പരീക്ഷയിൽ സഹകാരി റേസ് പ്ലസിനോടൊപ്പം തുടക്കത്തിലല്ലേ അതില്ലേ ഡിസംബറിൽ ഫസ്റ്റ് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ വന്നു. അതുപോലെ എല്ലാ കാര്യത്തിലും പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ വന്നു അല്ലേ. ചെറിയ കാലയളവിനുള്ളിൽ പഠിച്ച് നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇടാൻ നേടിയ അതുല്യയുടെ കൂടെയാണ് നമ്മളുള്ളത്. കുടുംബം എല്ലാം ഉണ്ട്. വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. അതുല്യ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെറിയ സമയത്തുള്ള പഠിത്തത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ചെറിയൊരു ടൈമിലുള്ള ആ ഒരു വർക്കിനെ എങ്ങനെയാണ് അതുല്യമാക്കി കാണുന്നത്? സർ, ആക്ച്വലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ തുടങ്ങിയിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത് സഹകാരി. അപ്പം ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് പഠിച്ചു പോയത്. ഞാൻ അതിന് മുന്നേ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞില്ല. ബുക്ക് ഇടയ്ക്ക് ഇപ്പോൾ വായിച്ച് നോക്കും. പിന്നെ ഞാൻ വിചാരിച്ചിട്ട് നമുക്കൊരു കോച്ചിങ് എവിടെയെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ട്. അവസാന നിമിഷത്തിൽ ഇങ്ങനെ തുടങ്ങുന്നത് കേട്ടപ്പോൾ ഓക്കെ എന്നപ്പം എന്തായാലും ജോയിൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് കയറി. പക്ഷേ ആ ഒരു അത്രയും കുറച്ച് ടൈമിൽ എന്നെക്കൊണ്ട് ഇത്രയെങ്കിലും എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സഹകാരി തന്നെയാണ്. അത് ഞാൻ എവിടെ ആണെങ്കിലും പറയും. കാരണം ഞാൻ അന്ന് ആ ഒരു ഇത് കേട്ടപ്പോൾ മുതൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ തന്നെ കുറേ വർഷങ്ങളായിട്ട് അവർ ഒരു വർഷം പഠിച്ചിറങ്ങിയ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരായിരുന്നു. പക്ഷെ എനിക്ക് അപ്പോഴും ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ എന്നുള്ള കുറ്റബോധം എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷെ കിട്ടി കഴിഞ്ഞപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ എനിക്കിത് ഓക്കെയാണ്, ഇങ്ങനെ കൂടെ പോകാൻ പറ്റും എന്ന് തോന്നി. എക്സാംസ് അതൊക്കെയായിരുന്നു ഒരുപാട്. നമ്മളെ ഡെയിലി എക്സാംസും വീക്ക്ലി എക്സാംസും മന്ത്ലി എക്സാംസ് ഒക്കെ ആയിരുന്നു ഒരുപാട് നമുക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു കാലയളവിലുള്ളൊരു പ്രിപ്പറേഷൻ ആയിരുന്നു DHSന്റെ. പക്ഷേ MCS അങ്ങനെയല്ല. MCSന് ഇപ്പോൾ കയറിയിട്ട് കുഴപ്പമൊന്നുണ്ടല്ലേ? നന്നായിട്ട് ഉണ്ട്, കുഴപ്പമൊന്നുണ്ട്. പക്ഷേ കുഴപ്പം പാടില്ല കേട്ടോ. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ബാക്കപ്പ് ചെയ്ത് വരണം നമുക്ക്. അപ്പോൾ MCS നോട്ടിഫിക്കേഷൻ നമുക്ക് അധികം ഉണ്ടാകത്തില്ല, ഉടൻ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ആദ്യ റാങ്കുകളിലേക്ക് കുറച്ചും കൂടെ മെച്ചപ്പെട്ട റാങ്കുകളിലേക്ക് വരിക എന്നുള്ളതാണ്. കാരണം എല്ലാവരും സ്വപ്നം കാണുന്ന പോസ്റ്റാണ് MCSന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം യൂണിഫോം പോസ്റ്റാണ്, കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റാണ്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയത്തി. അപ്പോൾ നമുക്ക് എന്തായാലും ഉടൻ തന്നെ അവർക്കൊരു കൈത്താങ്ങാവുന്ന തരത്തിലേക്ക് ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് അതുല്യ എത്തട്ടെ. അതുപോലെ ഇനി വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും സന്ദേശം കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ? നമുക്ക് കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ ഇല്ല, നമ്മുടെ കൂടെ നിൽക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എല്ലാം സാധിക്കും. നിങ്ങളെല്ലാവരും വളരെ നന്നായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് വരിക. ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്രമല്ല, ഇതുപോലുള്ള എല്ലാ ടെക്നിക്കൽ എക്സാമിനേഷനും ഒക്കെ നിങ്ങൾ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കൃത്യമായ പാറ്റേണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസ തരികയാണ്. താങ്ക് യു.